ഹലോ ഓൾ, ഇന്ന് നമുക്കൊരു ഡൈനോസർ മ്യൂസിയം കണ്ടാലോ? റിയാദിലെ ബോളിവുഡ് സിറ്റിയിലാണേ കാണാൻ പോയത്. ഇവിടുത്തെ ഒരു എൻട്രി ഫീസ് ഒരാൾക്ക് 25 റിയാലാണേ. ചെന്ന് കയറുമ്പോൾ തന്നെ ഈ ഒരു വ്യൂ ഉണ്ട്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട്. റൈറ്റ് സൈഡിൽ നോക്കിയാൽ നമുക്ക് കുറേ ടോയ്സ് കാണാമേ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് കയറാൻ പോവാണേ. അകത്തോട്ട് കയറിയാൽ നല്ലൊരു ഫോറസ്റ്റിൻ്റെ വൈബ്സാണുള്ളത്. പലയിടത്ത് സ്പീക്കേഴ്സും കാര്യങ്ങളും എല്ലാം വെച്ച് അവരകത്ത് എന്നാൽ ഈ കോസ്റ്റ്യൂം തരും. കുട്ടികൾക്ക് മാത്രമാണ് ഈ കോസ്റ്റ്യൂം കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് അകത്തോട്ട് കയറി. അങ്ങനെ താഴെ കണ്ടാൽ അറിയാം ഒരു റോഡും അതിൽ കുറേ ഡൈനോസറിൻ്റെ ഫിംഗർ പ്രിൻസും കാണും. പിന്നെ കാണുന്ന മനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ ഇങ്ങനെ ഡൈനോസറിൻ്റെ ഇൻഫർമേഷൻ ബോർഡ് വെച്ചിട്ടുണ്ട്. പല സ്പീഷീസും അതിൻ്റേതായിട്ടുള്ള എക്സ്പ്ലനേഷൻസും എല്ലാം. അപ്പം ഡൈനോസറിനെ കുറിച്ച് അറിയാവുന്നവർക്കും അറിയാൻ താല്പര്യം ഉള്ളവർക്കും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു ബോർഡാണിത്. ഡൈനോസറിനെ കുറിച്ച് എല്ലാ എക്സ്പ്ലനേഷനും ആ ഒരു ബോർഡിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. പല സ്പീഷീസ്, ലാൻഡ്, വാട്ടർ, എയർ, എല്ലാ ടൈപ്സിലും ഡൈനോസറിനെ കുറിച്ച് അവർ വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് ഒരിടത്ത് മാത്രമല്ല, നമുക്ക് ഓരോ വോളിലും ഇങ്ങനെ കാണാൻ പറ്റും. അതുമാത്രമല്ല, ഡൈനോസറിൻ്റെ ഫോസിൽസ് എവിടെ നിന്നൊക്കെ അവർ ഡിസ്കവർ ചെയ്തതെന്നുള്ളൊരു എക്സ്പ്ലനേഷൻ അവർ കാണിച്ചിട്ടുണ്ട്. ഹെസ്റോന് ഡൈനോസറിനോട് വലിയ താല്പര്യമുള്ളതുകൊണ്ട് നല്ലതായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവന് എല്ലാ ഡൈനോസറിൻ്റെയും പേര് അറിയാവുന്നതുകൊണ്ട് അവനെല്ലാം അറിയാം. അങ്ങനെ ഞങ്ങൾ അകത്ത് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ വലിയൊരു ഹോളാണ്. അതിനകത്ത് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പല സാധനങ്ങളാണ്. ഒരു സ്ക്രീനിൽ കൂടി ഡൈനോസറിൻ്റെ എല്ലാ ഇമേജസും എല്ലാ ഫോട്ടോസും പോകുന്നുണ്ടായിരുന്നു വിത്ത് സൗണ്ട് ഇഫക്റ്റ്. പിന്നെ വലിയൊരു ഡൈനോസറിൻ്റെ ഫോസ്റ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് കാണുവാണെങ്കിൽ ഒരു കാടും പൂക്കളും ഒരു ഫോറസ്റ്റ് സെറ്റപ്പ് അവർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഡൈനോസേഴ്സിനെ വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആവും ഇത്. സൈഡ് വ്യൂ ആണ്. നല്ല രസമായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സീനറിയാണ്. നല്ലൊരു ഫോറസ്റ്റ്, അതുപോലെ തന്നെ ഒരു ഡൈനോസേഴ്സ്, അതിനകത്ത് തന്നെ കുറേ ചെടികളും വൃക്ഷങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് എക്സിറ്റ് കഴിഞ്ഞ് ആ ഹോളിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് പോവാം. ആ പോകുന്ന സമയത്താണ് നമുക്ക് രണ്ട് സൈഡിലും ഇവരുടെ തന്നെ പലതരം ടോയ്സ് വെച്ചിരിക്കുന്നത് കാണുന്നത്. ടോയ്സ് കുറച്ച് എക്സ്പെൻസീവാണ്. അങ്ങനെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ ഡൈനോസറിൻ്റെ ചെറിയ മിനിയേച്ചേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ആ ചെറിയ ടോയ്സ് കാണാൻ വേണ്ടി. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ റിവ്യൂവും കൊടുത്ത് അവിടെ നിന്ന്. എന്നാൽ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.